നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വ്യക്തികൾ അവരുടെ യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യയിലെ മുതിർന്ന ഒരു ജേർണലിസ്റ്റിനെ വളരെയധികം തരം താഴ്ത്തിക്കൊണ്ട് വളരെയധികം മോശപ്പെട്ട രീതിയിലൊക്കെ ഈ ജേർണലിസ്റ്റിനെതിരെ വീഡിയോ ചെയ്യുന്നതായിട്ട് കണ്ടു. ഇത് കണ്ട സമയത്ത് ഈ ജേർണലിസ്റ്റ് ആരാണെന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് എത്തിക്കണം ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ജേർണലിസ്റ്റിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടുള്ള ഈ രണ്ട് വ്യക്തികൾ ആരാണെന്ന് അവസാനം പറയാം. ജസ്റ്റ് നമ്മൾക്ക് ഈ വ്യക്തി ആരാണ് അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആരാണെന്നും പരിശോധിക്കാം. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകളിൽ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പേര് മാത്യു സാമുൽ എന്നാണ്. ഈ മാത്യു സാമുൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതികൾ നമ്മുടെ ജനങ്ങളിടയിലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ആ അഴിമതി കേസുകളിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുള്ള, ഈ അഴിമതി നടത്തിയ ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അത് നിസ്സാരമായിട്ടുള്ളൊരു സംഭവമല്ല. ആ ഒരു സംഭവം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതി കാര്യങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ വ്യക്തി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മാത്യു സാമുവൽ മലയാളിയാണ്. അദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ്. മലയാളി ആയതിൽ നമ്മൾക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ അഭിമാനിക്കാം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുത്തെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ ടുഡേ, ന്യൂസ് എക്സ്, അതോടൊപ്പം തന്നെ ലൈവ് ഇന്ത്യ, ഇന്ത്യ TV പോലെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാഗസീനായിട്ടുള്ള തെഹൽക്ക എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരും ഒന്ന് ഞെട്ടി നോക്കും, ഇതാരാണ് അല്ലെങ്കിൽ ഇപ്പോഴെന്താണ് തെഹൽക്ക എന്നുള്ള രീതിയിലേക്ക്. അത്രത്തോളം വിവാദപരമായിട്ടുള്ള ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാരിനെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ് തെഹൽക്ക എന്നുള്ള സംശയമില്ല. 2001 ആ സമയത്ത് രാജ്യത്ത് BJP ആണ് ഭരിക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ രീതിയിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി അന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ ഡിഫൻസ് വിഭാഗവുമായി പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 5000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ കീഴിലുള്ള ചില മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗമായിട്ട് നടന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് പുറത്ത് കൊണ്ടുവന്നു. അത് അദ്ദേഹം ഏകദേശം 105ഓളം രഹസ്യമായിട്ടുള്ള വീഡിയോകൾ എടുത്ത് ഈ പറയുന്ന 60ഓളം രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരടക്കം 60ഓളം ആളുകളുടെ രഹസ്യ വീഡിയോ എടുത്തുകൊണ്ട് ഈ അഴിമതി കേസ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയുണ്ട്, 2 പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സംഭവം. അത് അന്നത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ്. ഇന്നത്തെ രാജ്നാഥ് സിംഗ് ഇരിക്കുന്ന അതേ വകുപ്പിലാണ്, അതേ സ്ഥാനത്താണ് അന്നിരിക്കുന്നത് പ്രതിരോധ മന്ത്രി. രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി. ആ സമയത്തെ ഈ ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു അഴിമതി കേസിലകപ്പെട്ട് രാജിവെക്കേണ്ടി വന്നു. മറ്റൊരു കാര്യം, ഈ പറയുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അന്നത്തെ ദേശീയ അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മണൻ, നിസ്സാരക്കാരനെയല്ല. ബംഗാരു ലക്ഷ്മൺ നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നുള്ള ഒരു ദളിത് നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന ആളായിരുന്നു. നമ്മൾക്കറിയാലോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ പ്രധാനപ്പെട്ട ചുമകളിലൊന്നും ദളിതരൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ വലിയ രീതിയിൽ ബഹളം വെക്കുന്നതാണ്. അദ്ദേഹം പണം വാങ്ങി പെട്ടിയിൽ വെക്കുന്ന വീഡിയോ ഇതേ മാത്യു സാമുവൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അത് കാണാത്ത ഇന്ത്യക്കാർ അന്നുണ്ടാവില്ല. കാരണം ദൂരദർശൻ എന്ന് പറയുന്ന ചാനൽ വഴി എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് വാർത്തകളിലൂടെ. അത് ഇദ്ദേഹം എടുത്താണ്. അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ ബംഗാരു ലക്ഷ്മണനെ രാജിവെക്കേണ്ടി വന്നു. ഇങ്ങനെ ഏകദേശം 60ഓളം പേര് ഈ കേസിലകപ്പെട്ടു. മുഴുവൻ ആളുകൾക്കും ശിക്ഷ കിട്ടി എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് തെളിയിക്കാൻ 5000 കോടി രൂപയുടെ അഴിമതി. അപ്പം ഇത് കൊണ്ടുവന്ന ആളാണ് ഈ പറയുന്ന മാത്യു സാമുവൽ. ഇദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഇത്രയ്ക്കും വലിയ സംഭവം BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാനുള്ള കാരണം ഉണ്ടായി ഈ ഒരു സംഭവത്തോടുകൂടി. 2004 കോൺഗ്രസ് പിന്നെ വാജ്പേയി സർക്കാരിനെ പരാജയപ്പെടുത്തി, BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നു. അപ്പോൾ BJPയുടെ അടിത്തറ അന്ന് അല്ലെങ്കിൽ ആ ഒരു കേന്ദ്ര ഭരണത്തെ പ്രതിസന്ധിയിലാക്കിയ ഒരു മാധ്യമ പ്രവർത്തനം, പുള്ളിക്കാരൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. കാരണം BJPയോടാണ്, സംഘപരിവാറിനോടാണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ കേരളത്തിലൊന്നല്ല, ദേശീയ തലത്തിലാണ്. ഇപ്പോഴും അദ്ദേഹം ഡൽഹിയിലാണ് താമസിക്കുന്നത്, ഈ പറയുന്ന മാത്യു സാമുവൽ. നമ്മൾ ചിന്തിച്ചു നോക്കണം അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി, പവർ അല്ലെങ്കിൽ ഇതിലുള്ളൊരു എക്സ്പീരിയൻസ്, അദ്ദേഹം ചെയ്ത കാര്യത്തിൽ അധാർമികമായിട്ടൊന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അന്നത്തെ നമ്മുടെ വാജ്പേയി അദ്ദേഹം ഈ പറയുന്ന മാത്യു സാമുവൽ ആ സമയത്ത് തന്നെ വിളിച്ചു വരുത്തി
കോഫിയൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കളാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത്, അപ്പോൾ താങ്കൾ തന്നെ പറയും ഇത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ന്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ ഈ ജേർണലിസ്റ്റിന്റെ ലെവലൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം മലയാളി ആയതിൽ എത്രത്തോളം നമ്മൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ഇപ്പൊ രാഷ്ട്രീയം ഏത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അഴിമതി പുറത്തു കൊണ്ടുവന്നതിൽ ഇദ്ദേഹം തന്നെയാണ് അതിൽ. മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്നവരാണ്. ഇദ്ദേഹമാണ് ഇതിൽ 105 വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തിയതിൽ 99 വീഡിയോകളും മാത്യു സാമുവൽ എടുത്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു രാജ്യത്ത് വലിയ രീതിയിൽ ഒരു സംസ്ഥാനത്ത് നടന്നിട്ടുള്ളൊരു അഴിമതി കേസ്, അത് മമതാ ബാനർജി ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ശാരദാ ചിട്ടി തട്ടിപ്പ്. ശാരദാ ചിട്ടി തട്ടിപ്പിന്റെ ഒരു സാമ്പത്തികം ഒന്ന് എടുത്ത് നോക്കിയാൽ 10,000 കോടി രൂപ, നിസ്സാരം 10,000 കോടി രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാരദാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന നേതാക്കന്മാർ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. അത് അധിക സമയം നടത്തില്ല, ഈ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നാണ്, 2016, 2017 സമയങ്ങളിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഈ ഓപ്പറേഷന്റെ പേര് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വായിക്കാം. നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നാണ് ഈ ഓപ്പറേഷന്റെ പേര്. ആദ്യത്തേത് ഓപ്പറേഷൻ വെസ്റ്റ് ഇൻഡ്. ഇത് BJP സർക്കാരിന്റെ ഉള്ളിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2001 നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ വെസ്റ്റ് ഇൻഡ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തൃണമൂൽ കോൺഗ്രസ് നടത്തിയ ഈ ശാരദാ ഗ്രൂപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു വിഷയത്തിൽ അതിന്റെ പേര് നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ. നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് ഇദ്ദേഹം തെഹൽക്ക എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് നാരദ ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം രൂപീകരിച്ച് അടുത്തൊരു സംഭവം ജനങ്ങളിടയിലേക്ക് പ്രധാനപ്പെട്ട സംഭവം കൊണ്ടുവരാൻ നോക്കി. അപ്പോൾ ഈ സമയത്ത് BJP ഒരുക്കുന്ന സംസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. 2016 ആയപ്പോൾ അവിടേക്ക് തന്നെ പോയി സംഭവം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് BJP വിരുദ്ധനാണ് ഇദ്ദേഹം എന്നുള്ളൊരു മുദ്രകുത്തലുണ്ടാവും. അപ്പോൾ അത് തൽക്കാലം വേണ്ട, അടുത്തേമ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് ചെയ്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗമായിട്ട് ഇദ്ദേഹം കൊൽക്കത്തയിലെ ഒരു ടാക്സി ഡ്രൈവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ലോക്കൽ പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യകർത്താവ്, ടൈഗർ എന്ന് പറയുന്ന ഒരു കാര്യകർത്താവിനെ കണ്ട് മനസ്സിലാക്കി ബന്ധം സ്ഥാപിച്ച് അതുവഴി ഇവരുടെ നേതാക്കന്മാരുടെ ഇടയിലേക്കെല്ലാം പോയി ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ടെടുത്ത് അതെല്ലാം വീഡിയോയിൽ പകർത്തി കേന്ദ്രത്തിൽ കൈമാറുന്ന ഒരു അവസ്ഥയായിരുന്നു. CBI ആ കേസ് അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. നമ്മുടെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ മുകുൾ റോയ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും ഈ കേസിൽ പെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BJPയുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ ഒരു കേസിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അദ്ദേഹത്തിനെതിരെ ഇപ്പം അന്വേഷണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ കേസ് CBIയുടെ കീഴിലാണ്, ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരും ഈ പറയുന്ന മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഴിമതി വിഷയമാണ് ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മളൊക്കെ പലതും കേട്ടിട്ടുണ്ട്, പല ഈ അഴിമതി കേസിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അളിയൻ റോബർട്ട് വധേര, ഈ പുള്ളിക്കാരൻ്റെ ഒരു അഴിമതി കേസുണ്ട്, ഭൂമി തട്ടിപ്പ്. കാരണം ഈ 2014 മുന്നോടിയായിട്ട് നമ്മൾക്കറിയാലോ രാജ്യം ഭരിച്ചിരുന്ന UP ആണ്. ഹരിയാന പോലെയുള്ള, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് അധികാരത്തിലാണ്. രാജസ്ഥാനിൽ ഓരോ ഘട്ടവും BJPയും കോൺഗ്രസും മാറി ആ സമയത്ത് ഭരിച്ചിരുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് കുറച്ച് തുടർ ഭരണത്തിലേക്കൊക്കെ BJP വന്നിരിക്കുന്നത്. ആ സമയത്ത് കോൺഗ്രസും BJP മാറി വരുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയങ്ങളിൽ ഹരിയാന, രാജസ്ഥാൻ ഈ 2 സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഭൂമി തട്ടി എടുക്കുന്ന തരത്തിലേക്കുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എയർഫോഴ്സിന്റെ പല വിമാനങ്ങൾ ഉപയോഗിച്ച്, ജെറ്റുകളൊക്കെ ഉപയോഗിച്ച് ഈ റോബർട്ട് വധേരയും സുഹൃത്തുക്കളൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ സൗജന്യമായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്നത്. ഇതാണല്ലോ ഇവന്മാരൊക്കെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പം ഈ ഒരു വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ അഴിമതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭൂമി തട്ടിപ്പ് നടത്തിയ കേസടക്കം സർക്കാരിൻ്റെ മുന്നിലേക്ക്, ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തി. മലയാളിയാണ്, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മളെല്ലാവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അഭിമാനിക്കാവുന്ന വിഷയമാണ്. നമ്മൾ ചിന്തിക്കുക, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വെറുതെ അങ്ങോട്ട് അവിടെ ഒന്ന് CPMനെ തോൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ അവർക്കെതിരെ വന്നിട്ടുണ്ട്. അത് വെറുതെ വന്നതൊന്നുമല്ല. അതിൻ്റെ ആദ്യത്തെ ഘട്ടം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പശ്ചിമ ബംഗാളിൽ ഉയർന്നു വരാൻ സാധിച്ചത്
വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും മമതാ ബാനർജിയെയും പ്രതിരോധിക്കാൻ സാധിച്ചത് ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് കൊണ്ടുവന്ന ആ അഴിമതി അല്ലെങ്കിൽ ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ആദ്യത്തെ റെഡ് മാർക്ക് മമതാ ബാനർജിക്കെതിരെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 3-ാമത്തെ വർഷം ഈ പശ്ചിമ ബംഗാളിൽ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ BJP പിടിച്ചത് 18 സീറ്റുകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ കുറഞ്ഞ് അത് 12 സീറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അതിന് മുന്നേ ഇതിനോട് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ നിന്ന് BJP 72 സീറ്റുകളിലേക്ക് 70 സീറ്റുകൾ കൂടുതൽ പിടിച്ചു. എത്ര ശതമാനം വോട്ടുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? പഞ്ചായത്ത് ഇലക്ഷനിൽ അടക്കം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് BJPക്ക് പോലും മുന്നോട്ട് പോകാൻ സാധിച്ച ഒരു വിഷയമായിരുന്നു നമ്മുടെ ഈ പറയുന്ന ശാരദ ചിട്ടി തട്ടിപ്പ് കേസ്. അപ്പോൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റ്. ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ചെറുതായിട്ട് കണ്ട പല ജേർണലിസ്റ്റുകളും മുതിർന്ന ജേർണലിസ്റ്റുമാർ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ മാത്യു സാമുവൽ നടന്നു നീങ്ങിയ വഴികളിലൂടെ ഇവരാരും നടന്നിട്ടില്ല. കാരണം അതുപോലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്, ധാർമ്മികമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഈ ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും മഹിമ. ഇദ്ദേഹത്തെയാണ് 2 വ്യക്തികൾ ചേർന്നുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് മഞ്ഞപ്പത്രക്കാരൻ, അല്ലെങ്കിൽ ഹണി ട്രാപ്പുകാരൻ, അതോടൊപ്പം പിന്നെന്താ ദേശീയ ജേർണലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പരിഹാസ രൂപേണ ഇദ്ദേഹത്തെ ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഈ പറയുന്ന ഇത് അവതരിപ്പിച്ച 2 വ്യക്തികൾ, ഒരാൾ UNA എന്ന് പറയുന്ന നഴ്സുമാരുടെ സംഘടന ഹെഡായിട്ടുള്ള ജാസ്മിൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ 1-2-3 വീഡിയോ ഈ മാത്യു സാമുവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാത്യു സാമുവൽ ചെയ്ത വീഡിയോക്കെതിരെയാണ് ഈ ജാസ്മിൻ ഷാ ഇതുപോലെയൊക്കെ പറഞ്ഞിരുന്നത്. കൂട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയിലെ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതനാണ്, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല, സാജൻ സ്കറിയ. ഈ സാജൻ സ്കറിയ മാത്യു സാമുവൽ സാറിനെ പറയാൻ അന്തർദേശീയ നാഷണൽ ജേർണലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു കപട രീതിയിലൊക്കെ നടക്കുന്ന എന്നൊക്കെയാണ് പറഞ്ഞ് വിശദീകരിച്ചത്. അപ്പോൾ ഇവർ 2 പേരും ഇത് പറഞ്ഞപ്പോൾ ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്ന വഴികൾ, അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. അപ്പം വലിയ തരത്തിൽ ഇന്ത്യ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മാത്യു സാമുവൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് നടന്നു നീങ്ങിയിട്ടുള്ള വഴികളിലൂടെ ഒരു ജേർണലിസ്റ്റ് ഇന്നുവരെ പോയിട്ടില്ല. ഇനി ഉണ്ടാകണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. ഇതുപോലെ ഒരു 50 ജേർണലിസ്റ്റുകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ അഴിമതി എന്ന് പറയുന്ന സംഭവം നടക്കില്ല. അത്രത്തോളം അഗ്രസീവായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം. ഇദ്ദേഹത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ ഇദ്ദേഹത്തെ പറയുന്നത് അഗ്രസീവായിട്ടുള്ള ജേർണലിസ്റ്റ്, ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു എൻ്റെ അറിവ് അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പഠിച്ചവതരിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ചെറിയൊരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിക്കാൻ പറ്റില്ല, സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.